അടുത്തതായിട്ട് നമുക്ക് പാട്ട് പാടാനായിട്ട് ഡാളസിൽ നിന്ന് കർത്താവിന്റെ ദാസന് പാസ്റ്റർ ബ്രദർ കെ ബാബു നമ്മുടെ കൂടെ ലൈനിലുണ്ടല്ലോ. ഗാനം ആലപിക്കുന്നതിനായിട്ട് ബ്രദർ കെ ബാബു ക്ഷണിച്ചുകൊള്ളു. എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ തൻ സൈന്യത്തിൽ തൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയാ. എൻ ക്രിസ്തൻ യോദ്ധാവാകുവാൻ ചേർന്നേൻ തൻ സൈന്യത്തിൽ തൻ ദിവ്യവിളി കേട്ടു ഞാൻ ദൈവാത്മശക്തിയാൽ. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. തൻ ക്രൂശു ചുമന്നിടുവാൻ ഇല്ലൊരു ലജ്ജയും എൻ പേർക്കു കഷ്ടപ്പെട്ടുതാൻ എന്നെന്നും ഓർത്തിടും. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. പിശാചിനോടു ലോകവും ചേർന്നിടും വഞ്ചിപ്പാൻ വേണ്ട നിൻ ചപ്പും കുപ്പയും എന്നൂരച്ചിടും ഞാൻ. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. ഓർമുൾക്കിരീടമല്ലയോ എന്നാഥൻ ലക്ഷണം തൻ യോദ്ധാവാഗ്രഹിക്കുമോ ഈ ലോകാഡംബരം. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ തൻ നിത്യരാജ്യത്തിൽ. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ എനിക്കും ജയിക്കാം തൻ സർവായുധവർഗത്താൽ എല്ലാം സമാപിക്കാം. നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാക്കിരീടം പ്രാപിപ്പാൻ
പ്രാപിപ്പാൻ തന്നിത്യരാജ്യത്തിൽ വല്ലൊരു മുറിവേൽക്കുകിൽ നാശിക്കയില്ല ഞാൻ തൻ ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിക്കയില്ലതാൻ നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ തന്നിത്യരാജ്യത്തിൽ വിശ്വാസത്തിന്റെ നായക ഈ നിന്റെ യോദ്ധാവേ വിശ്വസ്തനായി കാക്കുക നൽ അന്ത്യത്തോളമേ നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ തന്നിത്യരാജ്യത്തിൽ നല്ല പോർ പൊരുതും ഞാൻ എൻ ക്രിസ്തൻ നാമത്തിൽ വാടാ കിരീടം പ്രാപിപ്പാൻ തന്നിത്യരാജ്യത്തിൽ. ആമേൻ. സ്തോത്രം. താങ്ക് യു. ബാബു ബ്രദറിന് ലൈനിൽ കടന്നു വന്ന് പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പാട്ട് പാടുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമ്മൾ പാട്ടിൽ കേട്ടതുപോലെ നല്ല പോർ പൊരുതുക, വാടാ കിരീടം നമ്മൾ പ്രാപിക്കും. ആമേൻ. അവിശ്വാസത്തോടുകൂടെ നമ്മൾ ഈ മരുഭൂമിയിൽ നമുക്ക് ജീവിക്കാം. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നല്ല ശബ്ദവും ദൈവം കൊടുത്തിരിക്കുന്നതിനാൽ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ദൈവവചനം കേൾക്കാം. അതിനായിട്ട് ബ്രദർ ലിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രയർ ലൈനിൽ കടന്നു വന്ന ദൈവവചനം പറയുവാൻ ദാസന ദൈവം കൊണ്ടുവന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതിനായി ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബ്രദർ ലിജു വചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും കേൾക്കാവോ? കേൾക്കാവോ? ഇന്ന് രാത്രി കാലം ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുവാൻ നൽകിത്തുന്ന ദൈവത്തിന്റെ വലിയ കൃപയോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രയർ ലൈനുമായി നിങ്ങളുടെ നടുവിലായിരിക്കുവാൻ ഇടയാക്കിയ ആ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു വചനം, ഒന്ന് എഴുന്നേൽക്കാമോ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാവ് 60:1 നമ്മളിങ്ങനെ വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വീഴ്ച നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ്. നമ്മൾ ജനിക്കുമ്പോൾ ആ ഒരു വളർച്ചയുടെ ഒരു ഘട്ടമാണ്. ഒന്ന്, നമ്മൾ കവിഴ്ന്ന് വീഴും. 2, മുട്ടേന്ന് വീഴും. 3, എഴുന്നേറ്റ് നടക്കും. അതിനുശേഷം വർത്താനം പറയും. ഒരു പിതാവ് എന്ന നിലയിൽ ഈ വളർച്ചയുടെ ഘട്ടം നമുക്ക് കാണുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ശതമാനം ചില കുട്ടികൾ അവർക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാതെ ഇരിക്കുന്ന എത്രയോ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ ചിന്തിക്കും, ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കുഞ്ഞ് എഴുന്നേക്കും, അങ്ങനെ വെയിറ്റ് ചെയ്യും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോകും. അങ്ങനെ ആ കുട്ടി എഴുന്നേറ്റ് നടക്കുവാൻ ആ മാതാപിതാക്കൾ എത്രയോ ആകാംക്ഷതയോടെ കാത്തിരിക്കുന്നുണ്ടായിരിക്കാം. അതുപോലെയാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ വളർച്ചയുടെ ഘട്ടങ്ങൾ വളരെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒന്ന് എഴുന്നേൽക്കുവാൻ നാം തയ്യാറാകുന്നു. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അനേക വീണവരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിൽ നിന്ന് എഴുന്നേറ്റവരെ ദൈവം തന്റെ ശുശ്രൂഷയ്ക്കായി വീണ്ടും ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതിനാൽ ചിലരെ ഞാനൊന്ന് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ
ശിഷ്യന്മാരായിരുന്ന പത്രോസും യൂദയും. പ്രൈസ് ദി ലോർഡ്. തങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റ ദൈവത്തെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ദൈവത്തെ തള്ളിപ്പറയുക എന്നുള്ളതാണ്. ഒന്ന്, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ. രണ്ട്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ്. എന്നാൽ ഇവിടെ യൂദ തന്റെ തെറ്റും മനസ്സിലാക്കിയതിനു ശേഷം ദൈവസന്നിധിയിൽ വരുവാൻ കഴിയാതെ അവൻ തന്റെ സ്വയമായ തീരുമാനമെടുത്ത് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്ന് അവൻ തിരികെ വരുവാൻ കഴിഞ്ഞില്ല. ആ വീഴ്ചയിൽ അവൻ വീണുപോയി. എന്നാൽ രണ്ടാമതൊരു പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അവന്റെ ഹൃദയത്തിൽ ഭാരമുണ്ടായി. ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ കണ്ണുനീരോട് ഒഴുക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു പത്രോസായി ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ നേടുന്ന അല്ലെങ്കിൽ തിരികെ കർത്താവിനെ പോലെ ക്രൂശീകരിക്കപ്പെടുന്ന ഒരു പത്രോസായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവസരം കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്ത അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാബേലിനെ നമുക്ക് കാണുവാൻ സാധിക്കും. അനേകരെ അതുപോലെ അവസരങ്ങൾ ലഭിച്ച അനേകരെ നമുക്ക് കാണുവാൻ, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേകരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമുക്ക് ലഭിച്ച അവസരത്തിൽ ദൈവസന്നിധിയിൽ മടങ്ങി വന്നൊന്ന് എഴുന്നേൽക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ചില വീണുപോയ സാഹചര്യങ്ങൾ, വീണുപോയവരെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, വാക്കിൽ അല്ലെങ്കിൽ വൈകാര്യതയിൽ വീണുപോയ ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴിചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാം ഈ ഒരു ഇമോഷണൽ സ്ട്രെസ് അല്ലെങ്കിൽ വൈകാര്യതയിൽ മനുഷ്യർ ചെയ്തു പോകുന്ന പല പ്രവൃത്തികളും, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ നമ്മൾ പത്രങ്ങളൊക്കെ പലതും വായിക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസൊക്കെ കാണുമ്പോൾ പലരും ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു 70 or 90% റീസൺ അവർ വൈകാരികതയിൽ വീണുപോയി അല്ലെങ്കിൽ ഇമോഷണലി അവർ വീണുപോയി. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു മാതാവും തന്റെ 2 കുഞ്ഞുങ്ങളുമായി ആറ്റിൽ ചാടി മരിച്ചു. ഒരു കാരണമല്ല. അതിന്റെ കാരണം അന്വേഷിച്ചു വന്നപ്പോൾ തന്നെ കടക്കാർ നിരന്തരമായി ടോർച്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ ഇമോഷണലി അവരെ ഡ്രോൺ ചെയ്യുന്നു എന്നതാണ് അതിന്റെ കാരണം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ അല്ലെങ്കിൽ അതൊന്നും റിക്കവർ ആകാത്ത പ്രശ്നങ്ങളല്ല. എന്നാൽ ആ ഒരു ഇമോഷണൽ സ്ട്രെസ്സിൽ ആ സഹോദരി ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ ഇടയായി തീർന്നു. ഞാൻ ഈ പറഞ്ഞു വന്നതിന് സാർ, ഇമോഷണൽ സ്ട്രെസ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് ഏലിയാവിനോട് ചോദിക്കാം, അല്ലയോ ഏലിയാവേ, താങ്കൾ എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും താങ്കൾ ബാലിന്റെയും അശേരയുടെയും പുരോഹിതന്മാരെ സംഹരിച്ചു, ദൈവത്തിൽ തീയിറക്കി, ക്ഷാമം വരുത്തി, ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടുത്തി, എന്നിട്ട് എന്താണ് ഇസബേലിനെ പേടിച്ച് ഇവിടെ ഓടിപ്പോകുന്നത് എന്ന് ഏലിയാവിനോട് ചോദിച്ചാൽ ഏലിയാവ് പറഞ്ഞു തരും, അനേക നീതിമാന്മാരായ നാബോത്തുമാരെ പഴിചാരി ഗൂഢാലോചന നടത്തി സംഹരിച്ച ഒരു ഇസബേലിന്റെ ശക്തിയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടവർക്ക് എന്തുകൊണ്ടാണ് നാബോത്ത് ചെയ്ത തെറ്റെന്താണ്? നാബോത്ത് തെറ്റൊന്നും ചെയ്തില്ല. നാബോത്ത് ദൈവത്തിന്റെ പ്രമാണം മാത്രമേ ചെയ്തുള്ളൂ. എന്നാൽ ഇവിടെ രണ്ടുപേരുടെയും ഒരു സൊല്യൂഷൻ ഫാക്ടറാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നാബോത്തിനെതിരെ ഇസബേൽ ഗൂഢാലോചന നടത്തി. ഇസബേൽ ഗൂഢാലോചന നടത്തിയതിനു ശേഷം അവിടുത്തെ പ്രമാണിമാരുടെ ഇടയിലേക്ക് നാബോത്ത് പോയിരുന്നു. ഒരുപക്ഷെ നാബോത്ത് തന്നെ നീതിക്ക് വേണ്ടി നിലവിളിച്ച് കണ്ടേക്കാം. പക്ഷേ ആ നിലവിളി അമർച്ച ചെയ്യപ്പെട്ടു. എന്നാൽ ഇവിടെ ഏലിയാവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഏലിയാവ് അവിടെ ചൂരച്ചെടിയുടെ കീഴിൽ പോയി അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ച ദൈവസന്നിധിയിൽ ചെന്ന് നിലവിളിക്കുന്ന, തളർന്നു വീണ് നിലവിളിക്കുന്ന ഏലിയാവിനോട് ദൈവം ഇടപെടുകയും സ്വർഗീയ ആഹാരം ഏലിയാവിന് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഏലിയാവിനെ തന്റെ ശത്രുവിന്റെ രഥത്തിന് മുമ്പായി 40 രാവും 40 പകലും ഓടിക്കുകയും, അത് മാത്രമല്ല
അത് മാത്രമല്ല തന്റെ ഇസബേലിനെ സംഹരിക്കുവാൻ ശക്തിയും അഭിഷേകവുമായി ഒരു യേഹൂവിനെ എഴുന്നേൽപ്പിക്കുവാനും തന്റെ ഇരട്ടി അഭിഷേകവുമായി ഒരു എലീശ എഴുന്നേൽപ്പിക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, ഏലിയാവ് റിസൈൻ ചെയ്ത് ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അല്ലെങ്കിൽ ഏലിയാവിനെ ദൈവം റീ അസൈൻ ചെയ്ത് പുതിയ ശുശ്രൂഷയ്ക്കായി ദൈവം നിയമിക്കുകയും അത് മാത്രമല്ല ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്നിരേതങ്ങളുമായി വന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ഏലിയാവിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു വന്ന സാരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അല്ലെങ്കിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ നമ്മളെ ഇമോഷണൽ ആയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളും നമ്മൾ വന്നേക്കാം. പക്ഷെ നമ്മൾ നീതിക്കായിട്ട് പോകേണ്ടത് അവരുടെ മുമ്പിലല്ല, നാം ദൈവത്തിന് മുമ്പിൽ നീതിക്കായിട്ട് ദൈവത്തിന് മുമ്പിൽ അല്ലെങ്കിൽ നിലവിളിക്കുവാൻ തയ്യാറായാൽ അല്ലെങ്കിൽ നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായവൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം, ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നാം തയ്യാറാകുമോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് എഴുന്നേൽക്കാൻ, നമ്മുടെ ഇമോഷണൽ സ്ട്രെസ്സിൽ നിന്ന് ഒന്ന് എഴുന്നേൽക്കുവാൻ ഇന്ന് രാത്രികാലം നാം തയ്യാറാകട്ടെ. 2, സ്വയത്തിൽ മറന്ന് സുബോധം നഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോയ നോഹ. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നോഹ കൃഷി ചെയ്യുവാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അവൻ അതിലെ വീഞ്ഞു കുടിച്ച് തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ 7-ാമത്തെ അധ്യായം 8-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം നോഹ ഗോഫർ മരം കൊണ്ട് പെട്ടകം പണിതു. 120 വർഷം ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് നീതി പ്രസംഗിയായി ആ ദേശം മുഴുവൻ സഞ്ചരിച്ചു. ഇതെല്ലാം ദൈവത്തിന്റെ അരുളപ്പാട് അനുസരിച്ച് ചെയ്ത കാര്യമാണ്. എന്നാൽ പ്രളയത്തിന് ശേഷം നോഹ സ്വന്തമായി കൃഷി ചെയ്തു. രണ്ടാമത് ദൈവത്തിന്റെ ആലോചന ഒന്നും ചോദിച്ചു കാണത്തില്ല, വിഞ്ഞുണ്ടാക്കി കുടിക്കുക എന്നുള്ളത്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, പാപത്തോട് പാപം കൂട്ടുവാൻ നിങ്ങൾ എന്നെ കൂടാതെ ആലോചന കഴിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ കൂടാതെ ആലോചന കഴിക്കുന്ന സാഹചര്യങ്ങൾ. ഞാൻ ഇതിനും വേറൊരു സാഹചര്യം കൂടി ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു. നാം ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരം നടന്ന ദാവീദ് ദൈവത്തിന്റെ ആലോചന ചോദിക്കാതെ യുദ്ധം ചെയ്യാതെ ഇരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു രാജാവിന്റെ ധർമ്മം ആണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. രാജാവിന്റെ ധർമ്മം യുദ്ധം ചെയ്യുന്ന ആ യുദ്ധത്തിന് പോകാതെ അല്ലെങ്കിൽ മാളിക മുറിയിൽ ഉലാത്തിക്കൊണ്ടിരുന്ന ദാവീദ് ദൈവത്തിന്റെ ആലോചന പ്രാപിക്കാതെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ തക്ക നമ്മുടെ എത്തുന്നു. ഇവിടെ നോഹ ദൈവത്തിന്റെ ആലോചന പ്രാപിക്കാതെ വീഞ്ഞു കുടിച്ച് മത്തനായി കിടന്നു. അതുകൊണ്ട് തന്റെ തലമുറ ശപിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ ദാവീദിന്റെ ജീവിതത്തിലും ശാപകാരണമായി തീർന്ന ഒരു വസ്തുത ദാവീദും സ്വയം മറന്ന് ചെയ്ത പ്രവൃത്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവത്തിന്റെയും ദൈവ സാന്നിധ്യവും മാത്രം മുൻനിർത്തിക്കൊണ്ടിരുന്ന ഒരു കാലം അത് മാറി. അതിനുശേഷം നമ്മുടെ സ്വയത്തിൽ ആശ്രയിച്ച് സ്വയത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ നേടിയത് എന്റെ എന്നുള്ള, അല്ലെങ്കിൽ ഇഫ് യു ബിക്കം, നമ്മൾ പണ്ട് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞു, കർത്താവേ നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല, നീ അല്ലാതെ എനിക്കൊന്നുമില്ല, നിന്റെ കരുണ, നിന്റെ കൃപ, നിന്റെ നീതി, നിന്റെ സഹായം എന്ന് പറഞ്ഞിരുന്ന നാം, അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കണേ, കാലം മാറിയ സാഹചര്യത്തിൽ ഞാൻ എന്നുള്ള ഇഫ് യു ബിക്കം ഐ, that is a dangerous thing. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മാറി ഞാൻ വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ നമ്മൾ സുബോധം നഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോകും. നമ്മുടെ തലമുറകൾ ശപിക്കപ്പെടുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ഒരു മടങ്ങി വരവിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്, കർത്തവ്യം മറന്ന് കപ്പലിൽ കിടന്നുറങ്ങിപ്പോയ യോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യോന കപ്പലിന്റെ അടിത്തട്ടിൽ നല്ലവണ്ണം ഉറങ്ങിയായിരുന്നു.
ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടെ നമുക്ക് ദൗത്യം ദൈവം യോനെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് എതിർദിശയിലേക്ക്, അല്ലെങ്കിൽ നിനവേക്ക് പോകാൻ പറഞ്ഞ യോന അതനുസരിക്കാതെ തർശീശിലേക്ക് യാത്ര തിരിക്കുന്നത് കാണുവാൻ സാധിക്കും. യാത്ര തിരിച്ചത് മാത്രമല്ല, തന്റെ ഉത്തരവാദിത്വം മറന്ന് കപ്പലിന്റെ അടിത്തട്ടിൽ പോയി കിടന്ന് ഉറങ്ങുന്ന യോനെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. താനൊരു ഘട്ടത്തിൽ എടുക്കുമ്പോൾ തന്റെ ദൗത്യം മറന്ന് അനുസരണക്കേട് കാണിച്ച് ഇതിന്റെ കാരണമായി കടലിൽ ശോഭിക്കുവാൻ തക്കണം ഇടയായിരുന്നു. കടലിൽ കോപിച്ചു. അല്ലെങ്കിൽ തന്റെ കൂടെ കപ്പലിൽ താമസിച്ചിരുന്ന സകല ആളുകളുടെയും സാമഗ്രികൾ നഷ്ടപ്പെടുകയും അവർ അവിടെ നിന്ന് നിലവിളിക്കുകയും ചെയ്യുമ്പോൾ നോഹയ്ക്ക് അവിടെ സുബോധം വന്നതായിട്ട് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. നോഹയ്ക്ക് സുബോധം വന്ന് കപ്പലിൽ നിന്ന് തന്നെ എറിയുവാൻ അഭ്യർത്ഥിച്ചു. അങ്ങനെ ചെയ്തു. കടൽ ശാന്തമായി. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവം എന്നെ പഠിപ്പിച്ച ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പ്രോസിക്യൂഷന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണല്ലോ പ്രയർ. ഇപ്പൊ ഇന്നത്തെ പ്രയർ ലൈനിന്റെ പർപ്പസ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിക്കുന്ന അനുഗ്രഹവും നമ്മൾ പ്രാപിക്കുന്നത് ദൈവിക സൗഭാഗ്യങ്ങളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കുടുംബത്തിന്റെ പ്രാർത്ഥനയും യുടെയും ഫലമാണ്. എന്നാൽ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അത് അനേകരുടെ ആ ദേശത്തിന്റെ കണ്ണുനീരാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലല്ലേ, നമ്മുടെ അനുഗ്രഹം നമ്മുടെ പ്രാർത്ഥനയാണെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ അനേകരുടെ കണ്ണുനീരിന്റെ മറുപടിയാണ്. ആ ഒരു ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ മറന്ന്, അല്ലെങ്കിൽ നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മറന്ന് എതിർ ദിശയിലേക്ക് നാം തിരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നാം ദൈവിക പദ്ധതിക്കെതിരാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ ദൈവിക പദ്ധതിയിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ദൗത്യത്തിലേക്ക് ഒന്ന് ഉണരുവാൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നാലാമതായിട്ട്, ലോകത്തിൽ ആകൃഷ്ടനായി ലൗകികതയിൽ തലചായ്ച്ചുറങ്ങിപ്പോയ ശിംശോൻ. പ്രൈസ് ദി ലോർഡ്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 4-ാം വാക്യവും അതിന്റെ 19-ാം വാക്യം നമുക്കിങ്ങനെ വായിക്കാം. അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. അതിന്റെ 19-ാം വാക്യം, അവളവനെ മടിയിൽ ഉറക്കി ഒരാളെ വിളിപ്പിച്ചു തലയിലെ 7 ജടയും കളയിച്ചു. ശിംശോന്റെ ചരിത്രം നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. വാഗ്ദത്ത സന്തതിയായിരുന്ന ശിംശോൻ ഗർഭം മുതൽ നാസൃവ്രതനായിരുന്നു. നമുക്ക് ആവർത്തന പുസ്തകത്തിലും മറ്റും നമുക്ക് നാസൃവ്രതത്തെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. ആ വ്രതത്തിൽ ആയിരുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ വ്രതം സൂക്ഷിച്ചിരുന്ന 20 വർഷം അല്ലെങ്കിൽ ഇസ്രായേലിനെ ന്യായപാലനം ചെയ്യുവാൻ ശിംശോനെ ദൈവം ഉപയോഗിച്ചു. അനേക ഫിലിസ്തീനെ സംഹരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കഴുതയുടെ പച്ചത്താടിയെല്ലുകൊണ്ട് കുന്ന് 1, കുന്ന് 2, കുന്ന് 3 എന്ന് പറഞ്ഞ് 1000 ഫിലിസ്തീനെ സംഹരിക്കുന്നത് കാണുവാൻ സാധിക്കും. അത് മാത്രമല്ല, അല്ലെങ്കിൽ ആ പച്ചത്താടിയെല്ല് എറിഞ്ഞ സ്ഥലത്ത് ലേഹിയിൽ ഒരു ഉറവ പുറപ്പെടുവിച്ചു. ആ ഉറവ ഈ പ്രവചനം അല്ലെങ്കിൽ ഈ പുസ്തകം എഴുതുന്ന കാലത്തോളം അവിടെ നിന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ വീര്യപ്രവർത്തികളൊക്കെയും ചെയ്ത ശിംശോൻ ഒരു ഘട്ടത്തിൽ ലോകത്തിലേക്ക് ആകർഷനായി സോരക് താഴ്വരയിലേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ആ സോരക് താഴ്വരയിലേക്ക് ഇറങ്ങുന്ന ശിംശോൻ അല്ലെങ്കിൽ ദലീലയുടെ മടിയിൽ തലചായ്ച്ച് തന്റെ അഭിഷേകത്തിന്റെ രഹസ്യം ദലീലയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം ഒന്ന് ചിന്തിക്കണമേ, അനേകരെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അനേകർ അല്ലെങ്കിൽ പെട്ടുപോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലത്ത് ദൈവത്തെ ഉപയോഗിച്ചിരുന്നവർ അല്ലെങ്കിൽ അവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്നു, അല്ലെങ്കിൽ പല
ലോകത്തിലേക്ക് പെട്ട് പിണഞ്ഞു പോയിരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ചാട്ടെ. ലോകത്തിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ ലോകത്തിന്റെ സുഖങ്ങളിലേക്ക് ഇറങ്ങിയാൽ, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ആത്മീക ശക്തി മറന്നു പോകും, അല്ലെങ്കിൽ ആത്മീയ ശക്തി ചോർന്നു പോകും. അല്ലെങ്കിൽ നമുക്ക് ശിംശോന് വന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. അവന്റെ കണ്ണ് പുത്തിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു പരിഹാസ വിഷയമായി തീർന്നു. ഇന്ന് രാത്രികാലം നാം ഒന്ന് ചിന്തിക്കണമേ. ഇന്ന് നാമുമായിരിക്കുന്ന നിന്ദയുടെ അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളായിരിക്കുന്ന നിന്ദയുടെ അവസ്ഥകൾ നാം ഓർക്കണം. ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി ലോകത്തിൽ പല ചായ്ച്ചു ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഇന്ന് രാത്രികാലം മടങ്ങി വരുവാൻ ദൈവാത്മാവ് ഉത്സാഹിപ്പിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അഞ്ചാമതായിട്ട് വചനം കേട്ട് ഉറങ്ങിപ്പോയ യൂത്തിക്കോസ്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 8-9 വാക്യങ്ങൾ. അവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിക്കൽ ഇരുന്ന് ഗാഢനിദ്ര പ്രാപിച്ചു. 9-ാം വാക്യം, പൗലോസ് വളരെ നേരം സംഭാഷിക്കാൽ നിദ്രാവിഹീനനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ യൂത്തിക്കോസ് എന്ന യൗവനക്കാരൻ പൗലോസിന്റെ വചനം കേട്ടു ഉറങ്ങി ഗാഢനിദ്ര പ്രാപിച്ചു. 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു അവനെ മരിച്ചവനായി കൊണ്ടുവന്നു. നമ്മൾ ഈ കാലഘട്ടത്തിൽ വചനം സുലഭമായിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്റർനെറ്റ് തുറന്നാൽ, യൂട്യൂബ് തുറന്നാൽ, അല്ലെങ്കിൽ നാം വചനത്തിന്റെ അതിപ്രസരങ്ങളാണ്. നമ്മൾ പലപ്പോഴും വചനം മാറി മാറി കേൾക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഈ വചനം നമ്മുടെ കർണരസത്തിനും നമുക്ക് കേൾക്കുവാൻ, അല്ലെ നമുക്ക് കേട്ടേണ്ട തമാശകൾ ലഭിക്കുവാനും ഒക്കെ ഉള്ള ഒരു സ്രോതസ്സായി വചന ശുശ്രൂഷ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അല്ലെങ്കിൽ ശ്രവണ സുഖമുള്ള പ്രസംഗങ്ങൾ കേൾക്കുവാൻ ആളുകൾ കാതോർക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ കേൾക്കുന്നതും വായിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണവും നമ്മുടെ ആത്മീയ വളർച്ചയും നമ്മുടെ പ്രത്യാശയും പുതുക്കുവാനാണ്. അല്ലാതെ നമ്മൾ ഒരു രസം കൊള്ളുവാൻ അല്ല നാം ദൈവവചനം ശ്രവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആ ഒരു പർപ്പസ് മറന്ന് അല്ലെങ്കിൽ ദൈവവചനം കേട്ട് ഉറങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലല്ലേ നാം ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ മറ്റുള്ള ലോകപരമായ കാര്യങ്ങൾ കേൾക്കുന്നത് പോലെ അല്ലേ ഇന്ന് പലപ്പോഴും പലരും ദൈവവചനം കേൾക്കുവാൻ താല്പര്യം കാണിക്കുന്നത്. സഭായോഗങ്ങൾ വരെ മാറി മാറി കാണുന്ന അനേകര് നമ്മൾ ഈ കാലഘട്ടത്തിൽ പെരുകിയിരിക്കുമല്ലേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കണം. വചനം കേട്ട് ഉറങ്ങിപ്പോയാൽ നാം വീഴും. പ്രൈസ് ദി ലോർഡ്. വചനം, ഞാൻ ഒന്നും കൂടെ പറയട്ടെ, വചനം കേട്ട് ഉറങ്ങിപ്പോയാൽ നാം വീഴും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മളും നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ നാം കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നവരാണോ? ലൂക്കോസിന്റെ സുവിശേഷം നമ്മളിങ്ങനെ വായിക്കുന്നു, 4-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഈ വചനം നിങ്ങൾ കേൾക്കയിൽ അത് നിവൃത്തിയായി. കേൾവിയിൽ നിവൃത്തിയാകും, പക്ഷെ എത്ര പേരുടെ ജീവിതത്തിലേക്ക് കേൾക്കപ്പെട്ട വചനം എത്ര പേരുടെ ജീവിതത്തിലേക്ക് പതിക്കുന്നു എന്നുള്ളതിലാണ് പ്രസക്തി. ഇന്ന് രാത്രികാലം അല്ലെങ്കിൽ നാം വചനം കേട്ട് അതിൽ വിടുതൽ പ്രാപിക്കുകയും അതിലൊരു ശോധന പ്രാപിക്കുകയും അതിൽ നിന്നൊരു പ്രത്യാശ പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു നാം ആയിത്തീരണം. ആ ഒരു പ്രോസസ്സിലേക്ക് ഒന്നുമായി തീരുവാൻ അല്ലെങ്കിൽ നാം ഇന്ന് രാത്രികാലം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നാം വചനം കേട്ട് ഉറങ്ങുന്നവരാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നാം മടങ്ങി വരട്ടെ. 6-ാമതായിട്ട് പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയ യേശുവിന്റെ ശിഷ്യന്മാർ. മത്തായി 26:20 നമ്മളിങ്ങനെ വായിക്കുന്നു, പിന്നെ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. 41-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. നാം ഒന്ന് ശ്രദ്ധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉറങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. ഞാൻ പലപ്പോഴും പല പ്രാർത്ഥനകളൊക്കെ ലീഡ് ചെയ്യാനുള്ള സാഹചര്യം ദൈവം എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ പലരും അവരുടെ ആരുടെയും കുറ്റമല്ല ഈ പ്രാർത്ഥനയിൽ ഉറങ്ങുന്നത്, പക്ഷെ ഈ പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് ഇരിക്കുവാൻ ആണ് ദൈവം ഇവിടെ പറയുന്നത്. നമ്മളിവിടെ കാണുന്നത് 26-ാമത്തെ, എന്നോട് ഒരു നാഴിക ചേർന്ന് ഇരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പീൻ.
അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിതം ഒന്ന് ശോധന ചെയ്യാം. നമുക്കൊരു നിമിഷമെങ്കിലും നമ്മുടെ കമ്പ്യൂട്ടർ വിട്ട്, നല്ല നമ്മുടെ ഫോൺ വിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ ഏകാഗ്രരായി ഒരു നാഴിക ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ഇന്ന് അത് കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഒന്ന് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്തിനാണ് ഉണരേണ്ടത്? ഒന്ന്, നമ്മൾ ഈ കാലഘട്ടത്തെ അറിഞ്ഞ് ഒന്ന് ഉണരണം. രണ്ട്, കർത്താവിന്റെ വരവ്, കാലങ്ങളും ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ നാം ഉറങ്ങിപ്പോയാൽ ഒരു പക്ഷേ നാം എടുക്കപ്പെടാതിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ അവിടെ 10 കന്യകമാരുടെ ചരിത്രം നാം വായിച്ചിട്ടുള്ളൂ, ഉപമ നാം വായിച്ചിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ നാം ഉറങ്ങിപ്പോയാൽ, നമുക്ക് എണ്ണയില്ലാതിരുന്നാൽ ഒരു പക്ഷേ കർത്താവ് വിളിക്കുമ്പോൾ നാം കേൾക്കാതെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ചിന്താകുലങ്ങളിൽ ഉറങ്ങിപ്പോയ ഏലിയാവിനെ പോൽ, സ്വയത്തിൽ സുബോധം നഷ്ടപ്പെട്ട് ഉറങ്ങിപ്പോയ നോഹ, കർത്തവ്യത്തിൽ നിന്ന് ഉറങ്ങിപ്പോയ യോന, ലോകത്തിൽ മയങ്ങി ഉറങ്ങിപ്പോയ ശിംശോൻ, വചനം കേട്ടുറങ്ങിപ്പോയ യൂത്തിക്കോസ്, പ്രാർത്ഥനയിൽ കിടന്നുറങ്ങിപ്പോയ യേശുവിന്റെ ശിഷ്യന്മാർ. എന്നാൽ ഒരു കാര്യം എന്നെ കർത്താവ് പ്രേരിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷ മറന്നുറങ്ങിപ്പോയ യോന. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ ഒന്നും കൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു. എന്റെ ജീവിതത്തിലെ വിടുതൽ എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്നാൽ അനേകരുടെ കണ്ണുനീരിന്റെ മറുപടിയാണ് എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. ആ ശുശ്രൂഷ മറന്ന് നാം ഉറങ്ങിപ്പോയാൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മൾ മാത്രമല്ല അനേകർ അത് നിമിത്തം ദുഃഖിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം അത് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ദൈവിക ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ അനേകരുടെ കണ്ണുനീർ തുടക്കാൻ എന്നെയും നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്വർഗത്തിലാണ് പ്രതിഫലം ലഭിക്കേണ്ടതിൽ, സ്വർഗമാണ് നമ്മുടെ നിത്യഭവനമെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ശുശ്രൂഷ അനേകരുടെ കണ്ണുനീരിന്റെ മറുപടിയാണ്. ഹല്ലേലൂയ. അത് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ. നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, നിനക്കു വേണ്ടി ഞാൻ ധരയിലെന്തു വേണമോ, എനിക്കു വേറിൽ ആശ്രയം എന്നേശു മാത്രമേ, എനിക്കു വേറിൽ ആശ്രയം എന്നേശു മാത്രമേ. ഒരു തീരുമാനമെടുത്താട്ടെ. എവിടെ പോയി ഞാൻ അവനായി ജീവൻ വയ്ക്കണം, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ, അവിടെ തന്നെ പോവാൻ എനിക്ക് മനസ്സു നൽകണേ. ഞങ്ങളുടെ ദൈവം കർത്താവ്, ഇന്ന് രാത്രികാലം ഞങ്ങൾ ഏൽപ്പിച്ച വചനത്തിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഉറങ്ങിപ്പോയിരിക്കുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ, അല്ലെങ്കിൽ അനേക അവസ്ഥകളിൽ അല്ലെങ്കിൽ ഇമോഷണൽ സ്ട്രെസ്സിൽ ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ശുശ്രൂഷ മറന്ന് ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട് കർത്താവെ, വചനം കേട്ട് ഞങ്ങൾ ഉറങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ സ്വയം മറന്ന് ഉറങ്ങിപ്പോയ അവസ്ഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് രാത്രികാലം ഒന്ന് എഴുന്നേൽക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങളെ എഴുന്നേൽപ്പിക്കുവാൻ അല്ലെങ്കിൽ അപ്പച്ചന് കഴിയുമല്ലോ. കർത്താവെ, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ കൃപയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ നിന്റെ രാജ്യത്തിന്റെ കെട്ടുമണിക്ക് വേണ്ടി ഞങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ. സർവമാന മഹത്വത്തിന്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എടുക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.